എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാത്രിയിലുള്ള കുക്കിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അത്താഴത്തിനുള്ള കറികൾ തയ്യാറാക്കുവാണ് കേട്ടോ. അപ്പം ഗ്യാസും തീർന്നു പോയി. ഇനിയിപ്പോൾ രാവിലെയാണ് ഗ്യാസ് കിട്ടുന്നത്. അപ്പം രാത്രിയിലത്തേക്കുള്ള കറികൾ തയ്യാറാക്കുവാണ്. അപ്പോൾ അടുപ്പിലാണ് കറികളെല്ലാം റെഡിയാക്കുന്നത് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. രസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ചവരെ കഴിക്കാൻ വേണ്ടി തലേ ദിവസം ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് എടുത്തത്. ഇപ്പോൾ രാത്രിയിലത്തേക്കുള്ള കറികളാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇങ്ങനെ രാത്രിയിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് പഴയ കുഞ്ഞുനാളത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും. പണ്ട് എൻ്റെ ഉമ്മയും വാപ്പിയൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് രാത്രിയിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. വാപ്പിയാണെങ്കിൽ കട്ടച്ചൂളയിലെ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ചീനിയും മീനും ഒക്കെ വാങ്ങിക്കൊണ്ട് വരും. അതാണെങ്കിൽ ഉമ്മയും വീടിൻ്റെ മുറ്റത്തൊരു അടുപ്പുണ്ട്, ചെറിയ വീടാണല്ലോ. അപ്പം ചെറിയ വീടിൻ്റെ മുറ്റത്തൊരു അടുപ്പുണ്ട്. ആ അടുപ്പിലിട്ടാണ് അതൊക്കെ അന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയൊരു മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ വെട്ടത്തിൽ ഞങ്ങളിങ്ങനെ മക്കളെ അവിടെ ഒരു പായൊക്കെ വിരിച്ച് ഇങ്ങനെ ഇരിക്കും. അവിടെ ഇരുന്ന് ഞങ്ങൾ പഠിക്കും. ചിലപ്പോഴൊക്കെ പഠിച്ചിട്ട് ആ പായ കിടന്ന് ഞങ്ങൾ ഉറങ്ങിപ്പോവും. പിന്നെ അതെല്ലാം ചോറും കറിയൊക്കെ റെഡി ആകുമ്പോൾ ഉമ്മയും വാപ്പിയൊക്കെ ഞങ്ങളെ വിളിച്ചുണർത്തി അത് കഴിപ്പിച്ചിട്ടേ ഞങ്ങൾ ഉറക്കത്തുള്ളായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ രാത്രിയിൽ ഫുഡ് റെഡിയാക്കുന്ന സമയത്ത്. അങ്ങനെ ഉള്ളിയും സവാളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി രസം വെക്കാൻ പോവാണ്. അടുപ്പിൽ വെച്ച് ചെയ്യുമായതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ടൊക്കെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് രസം എടുത്തേക്കുന്നത്. രസമാകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചു. പിന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടാണ് ആദ്യം വഴറ്റിയെടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് തക്കാളി ഇടും. തക്കാളി വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പുളി പിഴിഞ്ഞൊഴിച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കും. അങ്ങനെയാണ് ഞാൻ രസം വെക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തിക്ക് വേണ്ടിയുള്ള തേങ്ങ തിരിങ്ങുവാണ് ഞാൻ കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ തിരിങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രസമൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ തിരിങ്ങിയ തേങ്ങ ഞാനൊരു ജാറിനകത്തോട്ട് മാറ്റുവാണ്. എന്നിട്ട് ഞാൻ ചമ്മന്തിക്ക് വേണ്ടി ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുവാണ് ജാറിനകത്തേക്ക്. അപ്പോഴാണ് ഇക്ക കടയിൽ നിന്ന് വന്നത്. മഴ ആയതുകൊണ്ട് തന്നെ നേരത്തെ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മോനും വാപ്പിയും കൂടെ കളിക്കുകയാണ് കസേരയിൽ. മോന് മാറിക്കൊടുക്കാതെ അപ്പോൾ മടിയിലിരിക്കാനൊക്കെ നോക്കി കളിക്കുകയാണ്. പിന്നെ മോന് എഴുന്നേറ്റ് കൊടുത്ത് പിന്നെ ഞാൻ വന്നപ്പോൾ ഒരു ചൂട് ചായ കൊടുക്കുകയാണ്. ചായ ഉണ്ടായിരുന്നു, ഞാനത് ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കൊടുത്തപ്പം മോന് വേണമെന്ന് പറഞ്ഞു. അപ്പം ചൂടായതുകൊണ്ട് അവന് കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവന് ഇക്ക കൊണ്ടുവന്ന് മിഠായി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ തൊട്ട് നോക്കിയിട്ട് ചൂടായതുകൊണ്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇക്ക ചായയൊക്കെ കുടിച്ച് എൻ്റെ അവിടെ തന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം മോനെയൊക്കെ കളിപ്പിച്ച് അവിടെ കുറച്ച് നേരം കൂടി ഇക്ക അവിടെ ഇരുന്ന് ആ സമയത്ത് ഞാൻ ചമ്മന്തി അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചമ്മന്തിക്കായിട്ട് എല്ലാം എടുത്തുകൊണ്ട് ഞാൻ പോവാണ്. അതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ പറക്കി സിങ്കിലോട്ട് ഇട്ടിട്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാമെന്നങ്ങ് വിചാരിച്ച്. അങ്ങനെയൊക്കെ ചായയൊക്കെ കുടിച്ച് തീർന്ന സമയത്തിന് ഞാൻ ചമ്മന്തിയൊക്കെ അരച്ച് ഇതാണ് ചമ്മന്തി കേട്ടോ. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എന്നിട്ട് ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടി ചട്ടിയൊക്കെ വെച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് കറക്കിയപ്പോഴാണ് മോന് അടുപ്പിൻ്റെ സൈഡിൽ ഇരുന്ന് കളിക്കുമായിരുന്നു. അപ്പം ഈ എണ്ണ ചൂടാകുന്നുണ്ടപ്പോൾ ഇയാൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ്. അപ്പോൾ എനിക്ക് അവൻ കയറി പിടിക്കുകയോ തൊടുകയോ ചെയ്ത് ഇനി പുള്ളി വല്ലതും ചെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ അവനെ അങ്ങ് എടുത്തിട്ട് ഞാൻ ഇക്കാടെ കൈ കൊണ്ട് കൊടുത്ത് അവനെ ഏൽപ്പിച്ച് എന്നിട്ട് ഞാൻ മുട്ട പൊരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുട്ട നമ്മുടെ വീട്ടിൽ ഇരിപ്പില്ലായിരുന്നു. പിന്നെ ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ അതും കൂടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. മുട്ടയ്ക്കകത്ത് ഞാൻ ചെറുതായിട്ട് സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊന്നും ഞാൻ ചേർത്തിട്ടില്ല. മക്കളൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് മുളക് അവർ കടിക്കത്തില്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ പച്ചമുളകൊന്നും ചേർക്കാതാണ് മുട്ട പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുപ്പിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഈ ചാരമൊക്കെ തെറിച്ച് വീണത് പൊടിയൊക്കെ ഒന്ന് തൂത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളം ചൂടാവാൻ വേണ്ടി അതിനകത്തോട്ട് തന്നെ വെച്ചേക്കുവാണ്. നല്ല ചൂട് നിൽക്കുന്ന ഒരു അടുപ്പാണ് കേട്ടോ.
എന്നിട്ട് ഞാൻ അടുപ്പിൻ്റെ സൈഡും പിന്നെ സ്ലാവിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാണ്. പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം ഒന്ന് ക്ലീനായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ രാത്രിയിലത്തെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴയാണ് പുറത്തിട്ടോ, നല്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അത്താഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.